ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ BJP-യുടെ RSS-ന്റെ ശ്രീരാമന്റെ പണം പരിശോധിച്ചിട്ടില്ലേ? ഗൗരിയും ശൗര്യവും ചുവന്ന കണ്ണുകളുമുള്ള അന്ന് ബില്ലുമായി നിൽക്കുന്ന രാമൻ, അത് വാൽമീകിയുടെ രാമനല്ല, ഗാന്ധിയുടെ രാമനല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഘപരിവാറിന്റെ അള്ളാഹു എന്നത് എന്റെ പേര്. രാമനും റഹീമും ഒന്നൊന്നും കാശിയും കാന്തയും ഇത് നിരന്തരമായി ഗാന്ധി ഉദ്ധരിക്കും. എന്റെ കൂട്ടില് അദ്ദേഹം പറയുന്നത് എനിക്ക് രാമനും റഹീമും ാനൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് തങ്ങൾ ഹാളിലാണ്. ഇവിടെ ഈ KPCC-യുടെ മൈനോറിറ്റി വിഭാഗം നടത്തുന്ന എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇമാം ഹസൻ ഇവിടെ നിർവഹിക്കുകയാണ്. അതിന്റെ ഒരു ലൈവിലേക്കാണ് പോകുന്നത്. പുതിയൊരു ഉദ്യമത്തിലേക്ക് മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഒരു പുതിയൊരു ഉദ്യമത്തിന് വേണ്ടി ഇവരുടെ പ്ലാനിംഗ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടത്. പുതിയൊരു രാഷ്ട്രീയ നിലപാടും പുതിയൊരു ഇലക്ഷൻ വരുമ്പോൾ എന്തൊക്കെ നിലപാടുകളാണ് ഇവിടെ KPCC അതോടൊപ്പം തന്നെ മൈനോറിറ്റി വിഭാഗം സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന്റെ ഉദ്ഘാടന സെക്ഷൻ നമുക്ക് പോകാം. ഇടതുമുന്നണിയും BJP തന്ത്രപൂർവ്വം എടുത്ത ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷം UDF-നോടൊപ്പമാണ് കോൺഗ്രസിനോട്. അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അവർ ദേശീയ പ്രശ്നങ്ങൾ പറഞ്ഞ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ രക്തം തിളപ്പിക്കാൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കണ്ട് CPM-കാർ പറഞ്ഞത്. കാരണം ക്രൈസ്തവ സഭകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് വിദ്യാഭ്യാസ രംഗത്താണ്. അവരെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഭരണകാലത്താണ് അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകിയിട്ടുള്ളത്. അത് മുസ്ലിം ലീഗ് വീണ്ടും UDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇതായിരുന്നു. അത് രഹസ്യമായ പ്രചരണമാണ്. ഇപ്പോഴും ഏറ്റവും അവസരമൊക്കെ അറിയാം, ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ മുസ്ലിം സമുദായത്തിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായി സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വലിയ ദിശാലിപ്തമായ പ്രചരണം, അവരുടെ പ്രചരണം മുഴുവനും നമ്മളെ തകർക്കാനുള്ള ഓർഗനൈസ്. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി ഓർഗനൈസിനോടൊപ്പമുണ്ട്, UDF-നോടൊപ്പമുണ്ട് എന്നുള്ളത് ഇല്ലാതാക്കാനുള്ള പ്രചരണമാണ്. പല മതമേലധ്യക്ഷന്മാരും ഇവർ സ്വാധീനിച്ചു. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്തുള്ള ഈ ക്രിസ്ത്യൻ സഭകളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ BJP നടത്തിയ പ്രചരണം കഴിഞ്ഞ ദിവസത്തിലെ എല്ലാ മതമേലധ്യക്ഷന്മാരെയും കാണാൻ പോകുന്നു. അങ്ങനെ വന്നപ്പോഴാണ് തലശ്ശേരി ബിഷപ്പ്, അദ്ദേഹം ഒന്നുമല്ല, റബ്ബറിന് 250 രൂപ വിലയാക്കിയാൽ ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൽ BJP-യെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ തന്ത്രം നമ്മളിപ്പോ യഥാർത്ഥത്തിൽ UDF ഒരു ദ്വിമുഖ ആക്രമണത്തെയാണ് കേരളത്തിൽ. ഒരു വശത്ത് BJP, മറുവശത്ത് നിന്ന് LDF. ഈ രണ്ട് കൂട്ടരും ഉന്നം വെക്കുന്നത് നമ്മുടെ വോട്ട് ബാങ്കുകളെ തകർക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം മനസ്സിലാക്കിയല്ലോ. ഇവിടെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രശ്നം ജനുവരി മാസം 22-ാം തീയതി നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ഡിസംബർ മാസത്തിലാണ് ക്ഷണം വന്ന പാടെ സീതാറാം യെച്ചൂരി പ്രതികരിച്ചു, ഞങ്ങൾ പങ്കെടുക്കില്ല. തൊട്ട് പിന്നാലെ D. രാജാ പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കില്ല. അവർക്ക് മുകളിൽ ആകാശം താഴെ കൂട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കാരോടെങ്കിലും ചോദിക്കണം, ആരോടെങ്കിലും ചർച്ച ചെയ്യണം. എന്താ ആരുള്ളത്? കേരളത്തിലെ ഗവൺമെന്റാണ്. ഇന്ത്യ രാജ്യം മഹാരാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെ കിടക്കുന്നു? CPI ഞാനിത് പറയാൻ കാരണം, ഇന്നലെ കേരള കൗമുദി പത്രത്തിന്റെ നോൺ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ വാർഷികത്തിൽ ബിനോയ് വിശ്വവും നമ്മുടെ ജോൺ പ്രകാശിനോടൊപ്പം ഞാനും പങ്കെടുത്തു. നോൺ ജേർണലിസ്റ്റ്
വർക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ബിനോയ് വിശ്വത്തെ രാമായണം ചെയ്യും. അത് കഴിഞ്ഞത് എന്നോട് ഇരിക്കുക. ഗോഡ്സെയുടെ പാർട്ടി, മഹാത്മാഗാന്ധിയുടെ പാർട്ടി രാമപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് തൽക്ഷണം മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളെന്തിനാ വൈകിയത് തീരുമാനം വരെ? നിങ്ങൾക്ക് എന്താ ഒരു കാഞ്ഞാട്ടുണ്ടായി? ഞാൻ ശരിക്കും കൊടുത്തു, അത് വേറെ. പക്ഷേ ആ ചോദ്യം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് വ്യാപകമായിട്ട് നമ്മൾ തീരുമാനമെടുത്തല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള PCCകളുമായി ബന്ധപ്പെടാൻ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യണം. എന്താണ് കാരണം? കാരണം ഒന്നേ ഉള്ളൂ, ശ്രീരാമൻ, സാക്ഷാൽ ശ്രീരാമൻ. ആ ശ്രീരാമനെ ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതാരാണ്? ഇപ്പൊ ഈ പൂജാരിയായി വന്ന് നരേന്ദ്രമോദിയല്ല, മഹാത്മാഗാന്ധി. ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിൽ ശ്രീരാമനെ ആദ്യം പ്രതിഷ്ഠിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് വെച്ചപ്പോ, വെടിയേറ്റ് മൂന്നാമത്തെ വെടിയുണ്ട നെഞ്ചിൽ തറച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ആദ്യം വിളിച്ച് പറഞ്ഞതെന്താ? അദ്ദേഹത്തിന്റെ ദൈവമാണ് റാം. പക്ഷേ ഗാന്ധിജി രാമനെ ദൈവമായി സ്വീകരിക്കുമ്പോഴും സർവമത സമധർമ്മഭാവൻ, അതാണ് ഗാന്ധിജിയുടെ ഈ സാമൂഹ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? ഈശ്വരാം രണ്ടും ഒന്നാണ്. ഗാന്ധിജി പറഞ്ഞ ഒരു വാക്യം ഞാൻ മാസത്തിൽ അത് കുറിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാം. ഗാന്ധിജി പറഞ്ഞു, എനിക്ക് അല്ല, എന്റെ രാമൻ എന്റെ രാമൻ അയോധ്യാപതിയായ രാമനല്ല, രാമായണ കഥാപാത്രമായ സീതാപതിയായ രാമനല്ല. അത് എന്റെ ഉള്ളിലെ സത്യബോധത്തിന്റെ നാമധേയം മാത്രമാണ്. അതാണ് അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധി രാമനെ കുറിച്ച് പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാധാരണ ഖിലാഫത്ത് സമരം നടക്കുമ്പോഴും ഗാന്ധിജി പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യയിൽ രാമരാജ്യം വേണമെന്നാണ് എന്റെ ആഗ്രഹം. രാമരാജ്യം അപ്പോൾ ഉടനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിൽ കൂട്ടരൊക്കെ തുടങ്ങി രാമരാജ്യം, ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ. മഹാത്മാഗാന്ധി നിരന്തരം പറയുകയും എഴുതുകയും ചെയ്തൊരു കാര്യം, രാമരാജ്യം എന്ന് ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം ഹിന്ദു രാജ്യമാണെന്ന് ആരും ധരിക്കരുത്. അത് സദ്ഭരണം പുലർത്തുന്ന ദൈവരാജ്യമാണ്. ആ രാമരാജ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ക്ഷേമരാഷ്ട്രം എന്ന പേരിൽ ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടത് എന്നുള്ള കാര്യം ഇപ്പൊ എത്ര പേർക്കറിയാം? അപ്പോ ശ്രീരാമനെ ദൈവമായി കാണുന്ന മഹാത്മാ സനാതന ഹിന്ദു മതവിശ്വാസിയായിരുന്നു, ഇല്ലെന്നാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിന്ദി കവി കബീർദാസ്, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. കബീർദാസിന്റെ ഒരു കവിത, ഹിന്ദി കവിത എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും എന്റെ പേര്, രാമനും റഹീമും ഒന്നൊന്നപ്പോൾ കാശിയും കാന്തയും. ഇത് നിരന്തരമായി ഗാന്ധിജി ഉദ്ധരിക്കും. എന്റെ കുട്ടില് അദ്ദേഹം പറയുന്നത്, എനിക്ക് രാമനും റഹീമും ഒരേ ചൈതന്യമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. മതേതരവാദിയായ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ജനകോടികളുടെ മനസ്സിൽ രാമനെ പ്രതിഷ്ഠിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രി അത് യഥാർത്ഥ രാമനല്ല. അത് RSS സംഘപരിവാറിന്റെ രാമനാണ്. യഥാർത്ഥ രാമന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെ ആ മുഖഭാവത്ത് ചൈതന്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ BJPയുടെ RSSന്റെ ശ്രീരാമന്റെ പടം പരിശോധിച്ചിട്ടില്ലേ? ശൗര്യവും ശൗര്യവും ചുവന്ന കണ്ണുകളുമുള്ള അന്ന് വില്ലുമായി നിൽക്കുന്ന രാമൻ, അത് വാൽമീകിയുടെ രാമനല്ല, ഗാന്ധിജിയുടെ രാമനല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഘപരിവാറിന്റെ RSSന്റെ രാമനാണ്. അതാണ് ഗാന്ധിജി പറഞ്ഞത്, എന്റെ രാമൻ എന്റെ ഉള്ളിലാണ്. ഞാനത് പറയുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി, ഗാന്ധിജിയുടെ പാർട്ടിയെ ഗോഡ്സെയുടെ പാർട്ടി വിളിച്ചപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി
ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ പാർട്ടിയുടെ ആ തുടർച്ച ഇന്നും ഈ രാജ്യത്തുണ്ട്. കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങൾ ഇന്ത്യക്കാരെ നമ്മുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നത് ആ ഭൂരിപക്ഷ ജനങ്ങൾ അതേ പ്രതിഫലനമല്ലേ കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ്. ഭൂരിപക്ഷ ജനങ്ങൾ ഇന്ത്യക്കാരാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും എല്ലാ വിശ്വാസവും പുലർത്താൻ എല്ലാവർക്കും ആരാധനാസ്ഥാനത്തിന് നൽകാനുള്ള ഒരു ഭരണഘടന രൂപപ്പെടുന്നത് കോൺഗ്രസാണ്. അതാണല്ലോ പറഞ്ഞത് നമുക്ക് രണ്ടും കലവയും എന്താണ് ഇത് രണ്ടും ഒന്നാണ്. ഇത് കാശിയും കലവയും ഒന്നാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പാരമ്പര്യം പറയും കഴിഞ്ഞപ്പോഴാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നത്. സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ഷണിച്ചതാരാണെന്നറിയാമോ? മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായ കോൺഗ്രസ് മന്ത്രിമാർ കെ മുൻഷിയും സർദാർ പട്ടേലും. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പ്രസിഡന്റ് പോകാത്തതുകൊണ്ട് പ്രസിഡന്റിന് പങ്കെടുത്തിരിക്കും. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദു മത വിശ്വാസിയാണ്, എനിക്ക് പങ്കെടുക്കാൻ അനുവാദമില്ല. പ്രധാനമന്ത്രി സമ്മതിച്ചു. പക്ഷേ താങ്കൾ വെറും ഒരു രാജേന്ദ്ര പ്രസാദായി അവിടെ പോണം, സുരക്ഷ കൊടുത്തില്ല, പ്രോട്ടോകോൾ കൊടുത്തില്ല. ആ ചരിത്രമൊന്നും കോൺഗ്രസ്സുകാരായി നമുക്ക് അറിയില്ല. അതുകൂടാ ഈ BJP-ക്കാരോട് അതൊക്കെ പറയട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ സുരക്ഷയും പ്രോട്ടോകോളും വെച്ചുകൊണ്ട് ഒരു മതത്തിന്റെ ക്ഷേത്രം അതെന്താണ് അതിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിച്ചതാണ്. അതെല്ലാം കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന കാര്യമാണ്. പക്ഷേ രാമനെ ദൈവമായി കണക്കാക്കുന്ന കോൺഗ്രസിലെ ഹിന്ദു മത വിശ്വാസികൾക്ക് ഈ ക്ഷണം സ്വീകരിച്ച് അവിടെ പോണമെന്നില്ല. പക്ഷേ അയോധ്യയിൽ പോകാം, അവിടെ രാമനെ പ്രാർത്ഥിക്കാം. പക്ഷെ അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ക്ഷണം കിട്ടിയപ്പോൾ ആലോചിച്ചു, കോൺഗ്രസ് ചിന്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ AICC പ്രഖ്യാപിച്ചു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? ഇതിനെ ഒരു മതപരമായ ചടങ്ങായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP സംഘപരിവാർ വിനിയോഗിക്കുന്നുണ്ട്. അതാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഇപ്പോ നിങ്ങൾക്കറിയാവുന്ന കേരളത്തിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ യോഗത്തിലായതുകൊണ്ട് അത് പറയാം. ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻ മുസ്ലിം മെജോറിറ്റി ഒരുപാട് വിഭാഗം. പക്ഷേ അവരിലും രാമഭക്തിയുണ്ട്. മനസ്സിലാക്കണം. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ താമസിക്കുന്ന കവലേശ്വരത്ത് 4ലോ 5ലോ പഠിക്കുമ്പോഴാണ് അവിടെ തൊട്ടടുത്തുള്ള അയൽപക്കങ്ങളിലെ വീടുകൾ ഞങ്ങള് സന്ധ്യയ്ക്ക് നിസ്കരിക്കുമ്പോ അവരവിടെ സന്ധ്യാനാമം ജീവിച്ചു. എന്താണ്? രാമരാമ പാഹിമ രാമപാദത്തിനിടെ രാമ പാഹിമ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളും ഹിന്ദുമത വിശ്വാസികളും ഹിന്ദുമത കുടുംബങ്ങളും ഇന്ന് ധാരാളം. രാമായണം മാത്രം നമ്മൾ കാണുന്നില്ല. രാമായണം അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് മക്കയിലേക്ക് പോകാം, ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോകാം. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ എന്തായാലും പങ്കെടുക്കും. സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസ് സ്വാതന്ത്ര്യം. മാർക്സിസ്റ്റ് പാർട്ടി ഭൗതികവാദം പറഞ്ഞ് ഞങ്ങൾ മതമില്ല. കാറൽ മാർക്സ് പറഞ്ഞു മതം മനുഷ്യരെ മയക്കുന്ന കറപ്പാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞു അവരുടെ ഭാര്യമാരും മക്കളെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഭാര്യമാരെയും മക്കളെയും കൊണ്ട് ഈ കളവതി കോവിലിൽ പോയി തേങ്ങ അടിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ്. ശബരിമലയിൽ പോകുന്ന ആളുകളുടെ എണ്ണമെടുത്ത് ഒരു സർവേ നടത്തിയാൽ അവിടെ കണ്ണൂര് മലബാറിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷം ആളുകളും സ്വീകരിക്കാനും സമാധാനമാണ്. അപ്പൊ ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ, മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ എല്ലാ വിശ്വാസങ്ങൾക്കും തുല്യത നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണഘടന രൂപപ്പെടുത്ത ഒരു പാർട്ടിക്ക് BJP ഒരു കിടിയൊരുക്കിയാൽ അതിൽ വീഴാൻ നമ്മൾ പോകണം. അതാണ് നമ്മൾ ജനങ്ങളോട്. ഇപ്പോ ഇവിടെ BJP യുള്ള പ്രചരണം മുസ്ലിം ലീഗ് പറഞ്ഞു. അവർക്ക് മുസ്ലിം ലീഗ് എത്ര സമചിത്തതയോടുകൂടിയാണ് പറഞ്ഞത്. കേരളത്തിലെ വാദപ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയുടെയും ഉത്കണ്ഠയോടുകൂടെയാണ് കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ പ്രകടനത്തിലൂടെ കാണുന്നത്.
പാർട്ടി പദവികളിലും മറ്റ് പാർലമെന്ററി പദവികളിലും സാമുദായിക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നൽകണമെന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജയ്പൂർ ചിന്തൻ ശിബിരത്തിന്റെ തീരുമാനം ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ സമുദായത്തിന്റെ പേരിൽ അർഹതയില്ലാത്തവർക്ക് പദവികൾ നൽകണം എന്നല്ല പറയുന്നത്. തികച്ചും അർഹതയുള്ളവരെ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തരുത് എന്നാണ് KPC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ്. തികഞ്ഞ മതേതരവാദിയും സാമുദായിക മൈത്രിക്ക് വേണ്ടി ശക്തിയുക്തം പോരാടുകയും ചെയ്ത മൗലാന ആസാദിന്റെ ആത്മാവിനെ പോലും ഏറ്റെടുക്കുന്നവർ കേരളത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടെന്നുള്ളത് ഗൗരവമേറിയ സംഗതിയാണ്. കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപന ശത്രുക്കളായ CPM ഉം BJP-യും ഭൂരിപക്ഷ സമുദായങ്ങളെ പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ വഴിയും മറ്റു തരത്തിലും ഇവരെ കൂടെ നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ മതേതരത്വ മൂല്യങ്ങൾ കൈവിടാതെ തന്നെ ഇതിനെതിരെ ക്രിയാത്മകമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. രാജ്യത്തെ ഭൂരിപക്ഷ താഴ്വച്ച് ജനാധിപത്യത്തെ അപ്രസക്തമാക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് ഇതിന് അനുകൂലമായ സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വ്യതിചാരങ്ങൾ കൊണ്ടും ജാതി പാർട്ടികളുടെ കടന്നുകയറ്റം മൂലവും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാതൃപ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി AICC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് പോലുള്ള വിഭാഗങ്ങൾക്ക് രൂപം നൽകി അതിന്റെ പ്രവർത്തനം സംസ്ഥാന തലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ KPC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള തടസ്സവാദം സൃഷ്ടിക്കുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമേറിയ സംഗതിയാണ്. ജനസംഖ്യാനുപാതത്തിൽ മുൻതൂക്കമുള്ള കേരളത്തിലെ മൈനോറിറ്റി വിഭാഗത്തിന് പ്രസ്ഥാനത്തിലും പാർലമെന്ററി തലങ്ങളിലും അർഹമായ പ്രാതിനിധ്യം നൽകണം. KPC സംസ്ഥാന നിർവാഹക സമിതിയിലും രാഷ്ട്രീയകാര്യ സമിതിയിലും ഇലക്ഷൻ കമ്മിറ്റികളിലും യൂത്ത് കോൺഗ്രസ് തൊട്ട് സേവാദൾ വരെയുള്ള പോഷക സംഘടനകൾക്ക് പരിഗണന നൽകുമ്പോൾ KPC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് തികഞ്ഞ അവഗണനയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ പാർട്ടി പദവികൾ യോഗ്യത അനുസരിച്ച് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജില്ലാ നിയോജകമണ്ഡല പാർട്ടി മണ്ഡല പദവികൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. പാർട്ടി യോഗങ്ങളിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജില്ലാ പദവികളിലെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അക്ഷമത്തിന് പരിഹാരം കാണണമെന്നും ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിങ്ങളെല്ലാം അനുഭവത്തോടെ ഈ പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അഭിസംബോധന ചെയ്യുന്നത് മുഖ്യ പ്രസംഗം നടത്തുന്നതിനായി മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ എല്ലാ സുഹൃത്തും KPCCയുടെ നേതൃത്വത്തിലുള്ള മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനുമായ ശ്രീ അഡ്വക്കേറ്റ് വേദിയിലുള്ള ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ്, നമ്മുടെ പാർട്ടിയുമായി സജീവമായി ഉയർന്നു നിൽക്കുന്ന ശാസ്ത്രജ്ഞമായ ഡോക്ടർ ലാലാ അവരുടെ പരിസ്ഥിതി പ്രിയപ്പെട്ട ഇത് രാഷ്ട്രീയ കൗൺസിലാണ് കോർഡിനേറ്റർ ശ്രീ എന്റെ പ്രിയ സഹോദരി എന്റെ KPC കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു കോട്ടയത്തെ സംബന്ധിച്ച് പുതിയായി ഇരുന്ന ശ്രീ മുഹമ്മദ്, അതുപോലെ തന്നെ എല്ലാം അതിൽ എന്റെ ഞങ്ങളുടെ ഒരു സ്നേഹമുണ്ട്. അതുപോലെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുകളും സഹോദരി സഹോദരന്മാരെ ആദ്യമായി
ശിഖാബുദ്ധി കഴിയുന്നത് ഒരുപാട് തന്റെ ഇടത്തോടുകൂടിയുള്ള നടപടികൾ നടത്തുന്നതിന് താല്പര്യമുള്ളവരാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹത്തെ KSUയുടെ കോൺഗ്രസിലൂടെയും വന്ന് നമ്മുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ വരെ ഏറ്റവും അടുത്ത സുഹൃത്തായും സഹപ്രവർത്തകരായും പ്രവർത്തിച്ച് അതേപോലെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ പ്രഗത്ഭരായ അഭിഭാഷകന്മാരുടെ നിലയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് ശേഷം പാട്ടത്തിന്റെ ഒരു ഏകദിന ശില്പശാല ക്യാമ്പ് ഇവിടെ നടത്താൻ ധൈര്യവും തലയിടവും കാണിച്ച ശിഖാബുദ്ധിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭാരവാഹികളെയും ഒരു കോൺഗ്രസിന്റെ വലിയ പ്രവർത്തകർ എന്നുള്ളതിന് അഭിമാനത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വലിയ പോകുന്നവർക്കൊക്കെ കയറിലേക്ക് പ്രശ്നിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്ന നടത്തേണ്ട ഈ ക്യാമ്പ് മഹാനായ വയർ ഈ പാലക്കാട് ഹാളിൽ വെച്ച് നടത്തുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി ശിശുരാമനെ ക്ഷണിച്ചപ്പോൾ ഞാൻ വലിയ വിദ്യാഭ്യാസമായിരുന്നത് ഞാൻ പറഞ്ഞ് രാവിലെ കെട്ടാതെ ഞങ്ങൾക്ക് വരാനുള്ള ദൂരം അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഉണ്ടാവുന്ന പാലക്കാട് ഇവിടെ പാർട്ടി ഓഫീസിൽ പുറത്ത് ഒരുപാട് യോഗങ്ങളും കമ്മിറ്റികളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AICC അംഗീകരിച്ച് ഇന്ത്യന്റെ ഭൂരിപക്ഷം വരുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആ മൈനോറിറ്റികൾക്ക് സുരക്ഷിതത്വവും അവർക്ക് അംഗീകാരവും നൽകണം എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ദിരാഗാന്ധി, ശ്രീമതി സോണിയാഗാന്ധി ഈ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സജീവമായി തീരുമാനിച്ചത്. അതിന്റെ അന്വേഷണ പ്രശ്നത്തിന് വളരെ തൊഴിലുള്ള ഒരു നഗരമാണ്. ഇന്ത്യയിലെ എല്ലാ രീതിയിലും വളരെ ഗംഭീരമാണ്. പ്രത്യേകിച്ച് തെലങ്കാന നടന്നപ്പോൾ ഞാൻ മാധ്യമങ്ങളുടെ വായിച്ചതാണ്. അവരുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ സാധനീയമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരുപാട് സംസ്ഥാനങ്ങൾ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ശക്തമായി മുന്നോട്ട് വരുന്ന കാര്യം പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത്രയും ഒരു പ്രോത്സാഹനം നടത്തുന്നത് മാത്രമല്ല, അവരെ പിന്നിലേക്ക് പഠിക്കുന്നു എന്നൊരു സംശയമാണ്. ഞാനൊരു ബിസിനസ് ബിസിനസ് ആയതുകൊണ്ട് പക്ഷെ അത് തെറ്റായി പോയി തെറ്റാണ് എന്നതിന് സംശയം. അത് നമ്മുടെ KPCCയുടെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് കാലത്തെ വളരെ ആത്മാർത്ഥതയുടെ അന്തസ്സോടുകൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്തസ് ഉയർത്തിയ പ്രസിഡന്റാണ് ശ്രീ M.M. നാസർ. അദ്ദേഹത്തിന് വളരെ അനുഭവപ്പെട്ടത് ഇത് അതിന് വിഷമപ്പെടുന്ന കാര്യമില്ല. എന്റെ നിങ്ങളുടെ കുടുംബസ്ഥ ഈ രാജ്യത്തിന്റെ ഭാഗം, ഈ രാജ്യത്തിന്റെ ആത്മാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സദസ്സിലും, ഏത് വേദിയിലും, ഏത് ഓഫീസിലും, ഏത് ഓഡിറ്റോറിയത്തിലും കയറിയിരിക്കാനും പ്രവർത്തിക്കാനും ഉള്ള അവകാശം എല്ലാ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുന്നോട്ടിനായാലും അവരുടെ എല്ലാത്തവർക്കായാലും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരു ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യം തീർച്ചയായും നമ്മുടെ KPCC നേതൃത്വം വിലയിരുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, കോൺഗ്രസിൽ നിന്ന് പുറത്തോടാണ് വരുന്നത്, കോൺഗ്രസിലേക്ക് അകത്തോട്ടായി വരുന്നത്. അതുങ്ങളാണ് നമ്മൾ ആലോചിക്കുന്ന കാര്യം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുമ്പോൾ പേരും പെരുമയുള്ള നേതാക്കന്മാർ കാര്യമാക്കുമ്പോൾ മറ്റു പാർട്ടിമാരും അവരുടെ പേര്. പക്ഷെ അതല്ലാതെ നമ്മുടെ ബൂത്തുകൾ മുതൽ മണ്ഡലങ്ങൾ മുതൽ നമ്മുടെ സജീവമായ പാർട്ടി വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ പേർ നമ്മുടെ പാർട്ടി ഒഴിഞ്ഞു പോകുന്നു എന്ന കാര്യം മനസ്സിലാക്കി. അപ്പൊ നേതാക്കന്മാർ പോകുമ്പോൾ അത് സത്യം മാധ്യമ സഭയിൽ വരാതെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന ഒരുപാട് പേർ നമ്മൾ ഒന്നുകിൽ സംഘടനാ പ്രവർത്തനം എന്നതിലേക്ക് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനം ഒരു വികാരപ്പെടുന്നുണ്ട്, മറ്റേ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ
അല്ലെങ്കിൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ഈ ഒരു അപകടം കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷകളുണ്ട്. തീർച്ചയായും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം മുമ്പ് മറ്റു പാർട്ടികളൊക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നില്ലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് കാശില്ല, കഴിഞ്ഞ 8 വർഷമായി ഭരണമില്ലാത്ത ദുർബലമായ അവസ്ഥയുള്ള പ്രവർത്തകരാണ് സജ്ജമാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ആവേശം എന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷമായി ശ്രീ പിണറായി ഭരണം, ആ ഭരണത്തിന്റെ കൊണ്ടതായി തീർച്ചയായും ഞങ്ങൾ മാസങ്ങൾ പോലും എന്തുകൊണ്ട് നിങ്ങൾ ഈ കൊള്ളരായങ്ങൾക്കെതിരെ ശബ്ദം നമ്മെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം അടുത്ത കാലത്ത് കോൺഗ്രസ് ഒക്കെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ നമുക്കൊരു ആത്മവിശ്വാസം പറയുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് ഒക്കെ സമരം നടത്തി ജയിലിൽ പോയി, അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതിനായി, അല്ലെങ്കിൽ അവിടെ ഇവിടെ തല്ലുണ്ടാക്കി എന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബൂത്ത് തലം മുതൽ പ്രവർത്തകന്മാരെ ഇറങ്ങി വോട്ടർമാരെ സമീപിച്ച് വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് നമ്മൾ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ ജില്ലകളും സജീവമായി മാത്രമേ കഴിയുള്ളൂ. ഇവിടെ തിരിച്ചു ഞാൻ പറയുന്നത് അടുത്ത കാലത്തായി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ സംഭവിച്ചതാണ്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടി എന്റെ പാർട്ടിയാണ് പിണറായി നമ്മളോട് ഒന്ന് പറിച്ചുപോയി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായിരുന്നു, ദളിത് വിഭാഗങ്ങളായിരുന്നു, ഒരു സംശയമില്ല. ആ 2 വിഭാഗങ്ങൾ പോയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള യുപി നമുക്ക് എതിലേക്ക് പോയി ഇല്ലാതെ വീട്ടിൽ വരാമെന്ന് തെരഞ്ഞെടുപ്പ് നമുക്ക് അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ തലമുറയുടെ പോലും നമുക്ക് യുപിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത് സംശയമാണ്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണമില്ലാതെ ഒരു വിഭാഗത്തെയും നമ്മുടെ പാർട്ടിയിൽ അകത്തി കൊണ്ടുപോകുന്ന ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലാക്കാം. യുപിയിലാണെങ്കിൽ മായാവതിയുടെ നേതൃത്വത്തിൽ മൈനോറിറ്റി, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി വന്നതിന് ഫലമായിട്ട് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി അവർ മുഖ്യമന്ത്രിയായി കയറുന്നത്. അതിങ്ങനെ തുടരുകയാണ്. ആ സ്ഥാനത്തേക്ക് ബിജെപി കടന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. എന്തായാലും ലാഘവത്തോടു കൂടിയല്ല പറയുന്നത്. നമ്മുടെ അഭിമാനം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യം ഇന്ത്യയാണ്. ഇത് നമുക്ക് എത്ര നാൾ പറയാൻ കഴിയും? കാരണം ഇന്ത്യൻ പാർലമെന്റാണ് തീരുമാനിക്കുന്നത്. ആ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭൂരിപക്ഷമാണ് നമ്മുടെ ഭരണഘടനയെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ ഉത്തരവാദിത്തം. ഈ വരാൻ പോകുന്ന പാർലമെന്റിൽ നമ്മുടെ അംഗങ്ങളുടെ സ്ഥിതി ശോചനീയമാണെങ്കിൽ എന്തായാലും ഈ രാജ്യത്തിന്റെ സ്ഥിതി, എന്തായാലും നമ്മുടെ മതേതരത്വത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ആ ആശങ്ക ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കും സംശയം. അപ്പൊ ആ ആശങ്ക നിലനിൽക്കുമ്പോൾ വീണ്ടെടുക്കാൻ, അതായത് മൈനോറിറ്റി വിഭാഗത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ള കാര്യം സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇന്ദിരാഭവനിൽ ഓഡിറ്റോറിയത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം പങ്കെടുക്കാൻ ഈ മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ട് അംഗീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളോ അവർക്കെല്ലാം വെല്ലുവിളി നടത്തുന്നത് അങ്ങനെ നടത്തുന്നത് ഇവർ നടത്തുന്നപ്പോ പക്ഷേ നമുക്കൊക്കെ ഈസിയായിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്റെ രക്ഷകരാണ് കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് കൂടി ഇപ്പോഴത്തെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ട് പറയാൻ ബാക്കി എല്ലാ എല്ലാവരും അദ്ദേഹത്തിനോട് ഈ കാര്യത്തിൽ സൂചിപ്പിക്കും. ഇതിൽ പരിഹാരം ഉണ്ടായി മതിയാൽ ആ പരിഹാരം ഉണ്ടാക്കിയതിനാൽ കോൺഗ്രസിന് പിന്നോട്ടടിക്കുന്ന ഒരു വികാരമായി മാറുന്നത് യാതൊരു സംശയം. എന്തായാലും എല്ലാം കാരണം ഞാൻ എത്തിച്ച അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ഓർമ്മയില്ല. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പുഷ്പാർച്ചന നമ്മുടെ പിന്നീട് ഞാൻ സിഗാവുനെ കാണുന്നു. കാരണം അദ്ദേഹം നിരാശനായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ നടത്താൻ പറ്റിയില്ല. പിന്നീട് ഒരു നേർച്ചയ്ക്ക് പോലെ ആത്മവേണ്ടി എന്ന പോലെ അവിടെ നടത്തുന്നത് ഒരു വലിയ
ദേശീയ നേതാക്കന്മാരുണ്ട്. യഥാർത്ഥത്തിൽ മമതാദിനെ പോലെ പഠിച്ച ഉപദേശം സ്വീകരിച്ചിരിക്കുന്ന ഒരു നേതാവ്, ലോക നേതാവ്, ഒരു മതേതരവാദി, ജീനിയസ്, പണ്ഡിതൻ ഈ ഇന്ത്യ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ നമ്മൾ കാണുന്ന വളരെ ചുരുങ്ങിയ ഇടുങ്ങിയ മനസ്സോടുകൂടിയാണ് എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിയുടെ സ്നേഹമില്ലാത്തവർക്ക് അത് നിർമ്മാണം കഴിയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ന്യൂനപക്ഷവും അങ്ങനെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് തന്നെ. ആ പ്രൊട്ടക്ഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം പരിശ്രമത്തിലും ഈ എളിയോടൊപ്പം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശേഷമാണ് ശിശുരാമൻ കഴിഞ്ഞു. ശിവാമിനെ നമ്മുടെ ദേശീയ എല്ലാവരും വലിയ കേരളത്തിൽ കൊണ്ടേക്കും ടോപ്പ് ലീഡർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അടുപ്പക്കാരുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഈ ഒരു ക്ഷീണം വരെ ബാക്കി അവരുടെ കർത്തവ്യണ്ടായി അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഇതൊരു പുതിയ തുടക്കത്തിന് വഴിവിട്ടിട്ട് ശിശുരാമന്റെ നല്ല ടീമാണ്. പഴയ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ടീമിൽ പങ്കെടുത്തു. സംഘടനാ ബോധമുള്ളവർ, സംഘടനാ പ്രവർത്തനമുള്ളവർ, ആ സംഘടനാ പ്രവർത്തനവും പാരമ്പര്യമുള്ളവരുടെ സംഭാവന വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി മാറ്റണം എന്നാണ് ഏവർക്കും അറിയുന്നത് പോലെ 14 ജില്ലകളിൽ ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ വളരെ മിടുക്കന്മാരായ ഒരു ടീമിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ പത്തനംതിട്ട ഉൾപ്പെടെ ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഇടുക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ 14 ജില്ലാ പ്രസിഡന്റുമാരെ, ശക്തന്മാരായ ജില്ലാ പ്രസിഡന്റുമാരെ അവതരിപ്പിച്ചുകൊണ്ടാണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈ സംസ്ഥാനത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വേഗതയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയത്. ആ വേഗതയിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിസിബിലിറ്റി പാഠശാല നിലമ്പൂർ വരെ യോഗയാത്രയിൽ കാണിക്കുന്നതിന് ഗൗരവമായി നമുക്ക് കഴിഞ്ഞു എന്നും നാഷണൽ എക്സിക്യൂട്ടീവ് ഇപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ കൂടുമ്പോൾ ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ പോലും നാഷണൽ എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്നത് ശ്രീ കെ രാജു ഉൾപ്പെടെ, അതുപോലെ താരിഖ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ ഇരിക്കുമ്പോ സംസ്ഥാന മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പ്രത്യേക പരാമർശ വിഷയമുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാഷണൽ ചെയർമാൻ ഇമ്രാൻ പ്രതാപിൽ നിന്നും നാഷണൽ കമ്മിറ്റി എല്ലാ സ്ഥലത്തും ഇന്ത്യ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഇന്ത്യ ഗേറ്റ് അവതരിപ്പിച്ചത് നമ്മളാണെന്നും ന്യായയാത്ര കടന്നു വരുന്ന ഭാഗങ്ങളിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയ്തതുപോലെ ഇന്ത്യ ഗേറ്റ് സ്ഥാപിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പങ്കെടുക്കുന്നതിന് സാധിച്ചു എന്ന് എന്റെ സഹപ്രവർത്തകരെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പറ്റിയ ഒരു സമയത്താണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് കൂടുന്നത് എന്ന് ഞാൻ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കണം. ഇത് ഗൗരവമായ ഒരു സമയത്താണ്. ഇനി നമ്മൾ നേരത്തെ എന്റെ സഹപ്രവർത്തകർ നേതാക്കന്മാരോട് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം എല്ലാ ജില്ലയിലും ചർച്ചയാക്കി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തിൽ ഇതിനെ ഒരു ചർച്ചയാക്കി മാറ്റുന്നതിനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുന്നത് എന്ന് എന്റെ സഹപ്രവർത്തകരെ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് ഇവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ ടീം നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ജില്ലാ പ്രസിഡന്റുമാർ മിടുക്കന്മാരായ, ഒരിക്കൽ കൂടി പറയുകയാണ്, മിടുക്കന്മാരായ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു സംഘടന ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലുള്ള ഒരു സെല്ലിനോ ഡിപ്പാർട്ട്മെന്റിനോ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള ജില്ലാ പ്രസിഡന്റുമാർ ആലോചിച്ചുകൊണ്ട് ഇന്ന് തിരിഞ്ഞു പോകുന്നതിന് മുമ്പിൽ നമുക്ക് സമയബന്ധിതമായ സമയം തീരുമാനിച്ചുകൊണ്ട് ഈ വിഷയം നമുക്ക് സംസ്ഥാനത്ത് ചർച്ചയാക്കി, എല്ലാ ജില്ലകളിലും ചർച്ചയാക്കി ഇതിൽ ഇടപെടിക്കാനുള്ള AICC ഇടപെടിക്കാനുള്ള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓരോ നേതാക്കന്മാരും രാഷ്ട്രീയകാര്യ സമിതിയിലായാലും എവിടെയായാലും അത് ചർച്ച ചെയ്യിക്കുന്നതിനുള്ള തീരുമാനമായിട്ട് വേണം നമ്മൾ ഇതിന് കൊണ്ടുപോകുക. അത് പാർട്ടിയോട് ഏറ്റുമുട്ടലല്ല ഞാൻ ഈ പറയുന്നത്. പാർട്ടിയോട് ഏറ്റുമുട്ടുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം കഴിയില്ല. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾക്ക് ആവുന്നതെല്ലാം സംഘടനത്തോടുകൂടി
പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യമുള്ള ഈ പാർട്ടിയെ അറിയിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഇന്നിവിടെ ഉണ്ടാകണം. ഇന്നിവിടെ പങ്കെടുത്തവരും സന്ദർഭവശാൽ പങ്കെടുക്കാൻ കഴിയാത്തവരുമായ സഹപ്രവർത്തകർക്ക് ഈ മെസ്സേജ് എത്തിച്ചുകൊണ്ട് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ, നിയോജക മണ്ഡല തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ അതുപോലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ അത് ഉണ്ടാകണം. അത് കാര്യം ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് എന്റെ സഹപ്രവർത്തകരെ അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. വീണ്ടും നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് പോകുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇന്ന് 4 മണി വരെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് നമുക്ക് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ കോർഡിനേറ്ററായ ഈ നാഷണൽ കോർഡിനേറ്ററോട് എനിക്ക് അഭ്യർത്ഥനയുള്ളത് ഇത്തരം വിഷയങ്ങൾ നാഷണൽ കോർഡിനേറ്റർ ഇതിന്റെ ഒരു മെസ്സേജ് ഈ നാഷണൽ കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റികളായാലും മാറുന്നില്ല. എക്സിക്യൂട്ടീവ് ഇതിന്റെ ഉദ്ഘാടനം ഭാഷ മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഇതിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസിൽ ഇതൊരു മാനം നൽകാൻ രീതിയിലുള്ള ഇവിടെ സംഘടിപ്പിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ ഫാസിസത്തിനെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് 4 മണി വരെ ഇതിനു വേണ്ടിയുള്ള എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ നടക്കും, ചർച്ച ചെയ്യും. പൂർണ്ണമായും രാജ്യത്തിന്റെ ഫാസിസ്റ്റ് മോചനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് കാത്തിരുന്ന കാലഘട്ടത്തിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് ലൈവോടെ വൈൻഡപ്പിയാണ്. കൂടുതൽ വിവരങ്ങൾ യൂട്യൂബിൽ കാത്തിരിക്കണം. ഒരു രാഷ്ട്രീയ ഇലക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് രാജ്യത്തിന്റെ മേൽക്കൈക്ക് വേണ്ടി എന്തായാലും ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷിക്കുന്ന പുതിയ ദിവസമായി